മീഡിയ വൺ കോൺഗ്രസ് ബാനറിൽ പുതിയൊരു PR ചിത്രം റിലീസ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിൽ വഴിതെറ്റിയ പെൺകുട്ടി. ദൃശ്യം കണ്ടാൽ പൊന്ന് തമ്പുരാനെ, മീഡിയ വണ്ണിന് വാർത്ത എന്ന പേരിൽ ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യാൻ എത്ര കിട്ടി എന്ന് ചോദിച്ചാൽ മതി. അതായത് ട്രെയിനിൽ പാലക്കാടേക്ക് പോകാനിരുന്ന ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ജനപ്രതിനിധികൾ, പാലക്കാട് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠനും ഭാര്യയും മന്ത്രിയുമായിട്ടുള്ള തുളസിയും കുടുംബം ഒന്നിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്യുന്നതാണ് കഥാസന്ദർഭം. ആ കഥാസന്ദർഭത്തിൽ വളരെ അപ്രതീക്ഷിതമായി ഒരു പെൺകുട്ടി ട്രെയിൻ തെറ്റി നേരെ മന്ത്രിയുടെ അടുത്തേക്ക് തന്നെ വരുന്നു. ആ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾ ചിന്തിക്കുക, ഒരു കുട്ടി ട്രെയിൻ തെറ്റി വരുന്നു, ഇവരുടെ അടുത്തെത്തുന്നു, അവിടെ ക്യാമറ ഓൺ ആയിരിക്കുന്നു, അതിന്റെ മുന്നിൽ രണ്ടുപേരും കൂടി ഇരുന്ന് അങ്ങ് സമാധാനിപ്പിച്ച് തകർക്കുന്നു. ഇതേ അങ്ങോട്ട് നോക്കി. സമയം പോകുമ്പോഴാണെങ്കിൽ ശ്രദ്ധിക്കണം. ഈ ഞാനിങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കൂടുതൽ കാണുന്നത് ഇയാള് എത്ര ഞങ്ങൾ കൊണ്ട് യാത്ര അയച്ചിട്ടാണ്. സ്പെഷ്യൽ യാത്ര തിരുവനന്തപുരം ചാടി കോഴിക്കോട് KMCTക്ക് പരിഷ്കരിക്കുക. ഓടിയിട്ട് വന്ന് വണ്ടി പോകണമല്ലോ, ചാടിയിട്ട് നമ്മുടെ കണ്ണപ്പെട്ടോണ്ട് രക്ഷ. ഭാഗ്യലക്ഷ്മി ഭാഗ്യം കൊണ്ട് പോകും. പിന്നെ ട്രെയിൻ കാണാം. പിടിക്കത്തേക്ക് എഞ്ചിനീയർ ആയിക്കൊണ്ട് എനിക്കൊരു വീടുണ്ട്. എന്നാ പിന്നെ ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പഠിച്ച് പിടിക്കത്തെയാണ് കേട്ടോ. ഇപ്പോഴും പിടിക്കണം. പാലക്കാട് ജില്ലാ ഹോസ്പിറ്റൽ സർക്കാർ സർവീസിലാണ്. അതിവിടെ ഇതൊക്കെ റണ്ണിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യും. അവിടെ 3:40 എത്തുന്നുണ്ട് പാലക്കാട്. അത് കുഴപ്പമില്ല, അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി. അല്ല, വണ്ടി ഉണ്ട് ചേച്ചി. നിർത്തിണ്ട്.
നന്നായി ഫിനിഷ് ചെയ്തിട്ട് ഓൾ ദ ബെസ്റ്റ്. യജാതി നാടകങ്ങൾ നോക്കണേ. മന്ത്രിയുടെയും എം പിയുടെയും ഒക്കെ ഇമേജ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം. ആ കുട്ടി എന്തായാലും ഈ ട്രെയിൻ മാറി മന്ത്രി ഇരുന്ന കമ്പാർട്ട്മെന്റിൽ തന്നെ വന്നതൊരു വിസ്മയവും, ആ സന്ദർഭങ്ങളിലെല്ലാം ക്യാമറ ഓൺ ആയിരുന്നത് അതിനേക്കാൾ വിസ്മയം, അത് നേരെ മീഡിയ വണ്ണിന് കിട്ടുന്നത് അതിന്റെ അപ്പുറത്തെ വിസ്മയം. ഇതെല്ലാം കാണുമ്പോൾ ഒരു കാര്യം മാത്രമാണ് ഈ നാട്ടിലുള്ളവരോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ വഴി അറിയില്ലെങ്കിൽ ദയവ് ചെയ്ത് കോൺഗ്രസിന്റെ ജനപ്രതിനിധികളോട് പോയി ചോദിച്ചു കളയല്ലേ. അങ്ങനെ ചോദിച്ചു കളഞ്ഞ വഴി തെറ്റി വന്ന ആൾക്ക് വഴി കാണിച്ചു കൊടുത്ത ഞാൻ എന്നുള്ള നിലയ്ക്ക് ആ വീഡിയോ ഷൂട്ട് ചെയ്യും, അടുത്ത ഒരു ബാനറിൽ മീഡിയ വണ്ണിലൂടെ ടെലികാസ്റ്റ് ചെയ്യും. എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ, ഈ സർക്കാരിന്റെ ഖജനാവിലെ പണം മീഡിയ വണ്ണിന്റെ ഓഫീസിലേക്ക് ഒഴുക്കി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ PR പണിക്ക് വേണ്ടി മൗദൂദി ചാനൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു നോക്കിയേ. ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യില്ല. നിങ്ങൾ നോക്കിയാൽ മതി, ഈ അടുത്ത കാലത്ത് പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് BJP MLA ആയിട്ടുള്ള V മുരളീധരൻ തലസ്ഥാനത്തെ പിന്നോക്ക കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പോയി മുട്ടായി ഇങ്ങനെ തട്ടിക്കൊടുത്ത സന്ദർഭത്തിൽ ഇടപെടാതെ നോക്കി നിന്ന വ്യക്തിയാണ്. എന്നിട്ട് ട്രെയിൻ തെറ്റി വന്ന കുട്ടിയെ സമാധാനിപ്പിക്കുന്ന വീഡിയോ എടുത്തിരിക്കുന്നു. അടുത്ത സ്റ്റോപ്പിൽ ഇറക്കാനോ അല്ലെങ്കിൽ അവിടെ ഇറക്കിയിട്ട് അടുത്ത ട്രെയിനിന്റെ ടൈം പറഞ്ഞു കൊടുക്കാനല്ല, ആളെ കിട്ടി എന്നുള്ള നിലയ്ക്ക് പിടിച്ചിരുത്തി ഫോട്ടോഷൂട്ടിലൂടെ സമാധാനിപ്പിച്ച മന്ത്രിയും മന്ത്രിയുടെ ഭർത്താവായിട്ടുള്ള MP ശ്രീകണ്ഠനും ഉയിർ എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. നമ്മുടെ നാട്ടിൽ വഴി തെറ്റി ചോദിച്ചാൽ പോലും അവരെ പിടിച്ചു നിർത്തി വീഡിയോ ആക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസുകാരുടെ PR ടീമുകൾ അധപ്പതിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ കാണുമ്പോൾ പറയേണ്ടി വരുന്നത്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ മൗദൂദി ചാനലും